ഞാൻ നിൽക്കുന്നത് ആലുവ പെരുമ്പാവൂർ മുടിക്കൽ പെരിയാർ ജംഗ്ഷനിലാണ്. അപ്പോൾ മുണ്ടേത്ത് കടവിനെ പറ്റി ഒരു വീഡിയോ എടുക്കാനോട്ട് വന്നാണ്. അപ്പോൾ കടവ് നന്നാക്കാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ഈ നദിയെയും ഈ കുളിക്കടവിനെയും കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മൾ അലീഖാൻ മുടിക്കൽ നമ്മളുടെ ഈ കുളിക്കടവിൽ എത്തിയിട്ടുണ്ട്. രണ്ട് വാക്ക് അലീഖാനോട് ഞാൻ സംസാരിക്കുകയാണ്. എനിക്ക് ഏതാണ്ടൊരു 75 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ 70 കൊല്ലം മുമ്പുള്ള കാര്യം നമുക്ക് നമ്മുടെ മെമ്മറിയിലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളിക്കടവുകൾ പെരിയാർ ടിമ്പർ ഡിപ്പോ മുതൽ ആലുവ വരെ ഏതാണ്ട് 10-15 കുളിക്കടവുകളുണ്ടെങ്കിലും ഏറ്റവും നല്ല കുളിക്കടവെന്ന് പേര് കേട്ട ഒരു കടവാണ് വാഴക്കുളം പഞ്ചായത്ത് മുണ്ടേത്ത് കടവ്. ഇപ്പോൾ 4-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നു. ആ കുളിക്കടവിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒട്ടനവധി ആളുകൾ, വിദേശികൾ എല്ലാവരും നല്ല രീതിയിൽ കുളിച്ചും ഒരു 3 സെക്ഷനായിട്ട്, ഒരു സെക്ഷൻ പെണ്ണുങ്ങൾക്ക്, ഒരു സെക്ഷൻ ആണുങ്ങൾക്ക്, ഒരു സെക്ഷൻ മൃഗങ്ങൾക്ക്, അങ്ങനെ നമ്മളെ ഭരണാധികാരികൾ നല്ല രീതിയിൽ പണിത ഒരു കടവായിരുന്നു. ആ കടവ് ഇന്ന് നിർജീവവും നാമാവിശേഷവുമായി തകർന്ന് തരിപ്പണമായി വളരെ സങ്കടമായ തോന്നലാണ് ആ കടവിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ആ കടവിൽ ഒരു 15 ആനകളെങ്കിലും വന്ന് ഇവിടുന്ന് ഊളയിട്ട് സെൻട്രലിൽ പോയി ആ മണൽത്തിട്ടകളിൽ കിടന്ന് കുളിപ്പിച്ച രംഗം ഇന്നും ഞാൻ ഓർക്കാണ്. അതുപോലെ എവിടെ നിന്ന് അങ്ങേയറ്റം മഞ്ഞനാട് മുതൽ മഞ്ഞപ്പെട്ടി വരെയുള്ള ജനങ്ങൾ ഇവിടെ വന്ന് കുളിച്ചുകൊണ്ടിരുന്നതാണ്. അതെല്ലാം ഇല്ലാതെയായി. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പൊതുവായ സംസാരം, അന്ന് മോട്ടറൊന്നുമില്ല, ഇന്നും ഇപ്പോൾ എല്ലാ വീട്ടിലും മോട്ടറുണ്ട് എന്ന് പറഞ്ഞതുപോലെ കുളിക്കാൻ സൗകര്യമില്ല. കുളിക്കാൻ പുഴയിലേക്ക് നല്ല പവിത്രമായ നമ്മുടെ പെരിയാറിലേക്ക് ഇറങ്ങാൻ നമുക്ക് സൗകര്യമില്ല. ആ സൗകര്യമില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. വീട്ടിൽ മോട്ടറുണ്ട്, ആളുകൾ ഇപ്പോൾ വീട്ടിലാണ് കുളിക്കുന്നത്, അല്ലാതെ വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ഈ കടവിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഈ കടവിന്റെ ഇപ്പോഴത്തെ ഈ ശോചനീയ അവസ്ഥകള് ഈ അധികാരികളിൽ നിന്ന് കണ്ണു തുറപ്പിക്കാൻ പാടില്ലായിരുന്നു ഇക്കാക്ക്. ഇത് ഈ മറ്റുള്ള കടവിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കടവിൽ പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഇവിടെ ഈ കോഴിക്കോട് മലബാർ പ്രദേശത്ത് അനേകം തൊഴിലാളികൾ കണ്ടിമരത്തിന്റെ പണിക്കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു സമയത്ത് കുളിക്കുന്നതും ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉടനെ തമിഴന്മാരാണ് ഇവിടെ വന്നത്. അവരും ഇതേമാതിരി രാത്രി കാലങ്ങളിൽ കൂടി ഒരു അലോഹ്യമില്ല, നല്ല ഒരു സുഖമുള്ള ഒരു കടവ്, ഒരു പാറക്കൂട്ടങ്ങളോ ഒന്നുമില്ല, നല്ല കടവ്. ആ കടവിൽ രാത്രി ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. നടകൾ 3 സെക്ഷനായിട്ട് പുഴയുടെ സെന്റർ വരെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ തൽക്കാലമില്ല. അതുകൊണ്ടാണ് പ്രതാപം, അന്ന് നല്ല പ്രതാപം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10-12 ആനകൾ ഈ പെരിയാർ ഭാഗത്തുനിന്ന്, മുടിക്കല് ഭാഗത്തുനിന്ന് വന്ന് കുളിക്കാൻ വരുന്നത് ഈ കടവിലാണ്. നടുപ്പുഴയിലേക്ക് പോകുന്നു. കുളി കഴിഞ്ഞത് വളരെ വരിയായിട്ട് റോട്ട പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങൾ നോക്കി നിൽക്കും. ഈ പെരിയാറിനെ കുറിച്ച് അല്പം അറിവ് പറയാൻ പറ്റുമോ? നല്ലത് പറയാൻ പറ്റും. ഇത് കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരു നല്ലതാണല്ലോ. ഇതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. അത് കുഴപ്പമില്ല സിദ്ധി, നമുക്ക് വലിയ അറിവൊന്നുമില്ല. എങ്കിലും എന്റെ അറിവ് വെച്ചുള്ള അറിവ് ഞാൻ പറയാം എന്നുള്ളതാണ്. എനിക്ക് മൊത്തത്തിലുള്ള ഒരു അറിവ് എനിക്കില്ല. അല്ല, ഇക്കാക്ക് ഇതിന് ഇത്രയും പറയുമ്പോ ഇക്കാക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. കുറെ കാര്യങ്ങൾ അറിയുന്നൊക്കെ പറയാം. അതെ, ഈ പെരിയാറിനെ കുറിച്ച് നല്ലതൊന്ന് പറയാന്ന അലീഖ. നമ്മുടെ ഈ നദി ഉണ്ടല്ലോ, എവിടെ നിന്നാണ് ഇവിടെ ഇങ്ങനെ കടന്നു വന്നേ? അതിന്റെ ഒരു ഉത്ഭവം അല്ലേ? ഈ പെരിയാറിനെ കുറിച്ചൊരു ഉത്ഭവം. ഈ പെരിയാർ നദി തമിഴ്നാടിന്റെ ഭാഗമായ ശിവഗിരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് വരുന്നത്. അപ്പോൾ ഏതാണ്ട് 1200 അടി മുകളിൽ നിന്നായിട്ടാണ് ഈ വെള്ളം താഴെ ചാടുന്നത്. അത് നമ്മുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. പെരിയാറിലെ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ അത്ര നല്ല ശുദ്ധജലം കേരളത്തിലെ ഒരു നദിയിലും ഇല്ലയെന്നാണ് പറയണത്. അപ്പോൾ ആ രീതിയിൽ അവിടുന്ന് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും
നമ്മൾ ആ നദി എതിലെ വരുന്നു എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ആ നദി നമുക്ക് അടുത്ത പ്രദേശത്തേക്ക് കടക്കാം. മറ്റേ എടമലയാർ ഡാമിലേക്ക് വരുന്നു. എടമലയാർ ഡാമിൽ നിന്ന് അത് ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് വരുന്നു. ആ ഡാമിൽ നിന്ന് അങ്ങനെ നേരെ കുട്ടമ്പുഴ മാർഗം മലയാറ്റൂര് പൊന്നിനെക്കുറിച്ച് മുത്തപ്പന്റെ ആ തൃപ്പാദങ്ങൾ വണങ്ങി അത് നേരെ ആദിശങ്കരന്റെ നാട്ടിലേക്ക്, ആദിശങ്കരന്റെ കാൽപാദങ്ങൾ വന്ന ആ പുണ്യഭൂമിയിലേക്ക് കാലടിയിലേക്ക് വരും. ആ കാലടിയിൽ നിന്ന് അത് നേരെ നമുക്ക് തോന്നുന്നു നേരെ പെരുമ്പാവൂർക്കാ വേണ്ടിയാണ്. അല്ല, നേരെ പോണത് കാഞ്ഞൂർക്കാണ്. കാഞ്ഞൂർ ഭാഗത്തു നിന്ന് നേരെ തിരിച്ച് ആ പൊന്നുംകുളം നേരെ വന്ന് ട്രാവൻകൂർ റയോൺസ്, നമ്മുടെ പഴയ വല്ലം ആ നിർത്തിപ്പോയ ട്രാവൻകൂർ റയോൺസിന്റെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി ചുറ്റി കറങ്ങി നേരെ മുടിക്കൽ ടിമ്പർ ഡിപ്പോ. നദീനെ കുറിച്ചും പെരിയാറിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വർണ്ണിച്ചു. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് ഈ മുണ്ടേത്ത് ഈ കുളിക്കടവിനെ കുറിച്ച് ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ പറ്റും? അത് എന്റെ പൊണ്ണി ആരുടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞ് മടുത്ത് ഇൻഷാ അല്ലാഹ് ഇനിയും പറയും. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആ നടയമ്പളാണ്. ആ പഴയ വാഴക്കുളം പഞ്ചായത്ത് പണിത നടകളുമ്പോഴാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ നിന്ന് സംസാരിക്കുന്നത് നടകളിലേക്ക് ഇപ്പോട്ടുള്ള വരികളാക്കിയെടുക്കുന്നത്. ഈ പുഴയുടെ സെന്റർ വരെ നടയുണ്ട്. അപ്പോൾ എത്രയോ നടകൾ കെട്ടിയിട്ടുണ്ട്. ഈ ചെടിയെല്ലാം ലെഡ്ജർ ഒന്ന് തള്ളി മാറ്റി അത് ശരിയായ രീതിയിലും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത സുഖമായിട്ട് എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ ഒരുപാട് വികസനങ്ങൾ നല്ലൊരു രസമുണ്ടാവും. കാരണം വണ്ടി വരാത്ത കുളിക്കടവാണ് നല്ലത്. വണ്ടി വന്നാൽ കൊള്ളൂല. കാരണം വണ്ടി കഴുകല്, മണൽ കയറ്റല്, മറ്റതും മറിച്ചതൊക്കെ. ഇപ്പൊ ഇതൊന്നുമില്ല. നല്ല ശാന്തമായ ഒരു ഏരിയയാണ്. പക്ഷെ ഇത് നന്നാക്കി എടുത്താൽ ഇക്ക പറയുന്ന പോലെ ഇത് നല്ലൊരു കുളിക്കടവായിട്ട് മാറും. നമുക്കിപ്പോ പറയാനുള്ളത് ഇതിന്റെ അധികാരികള്, പഞ്ചായത്ത് അധികാരികള്, അപ്പൊ ജില്ലാ പഞ്ചായത്തുണ്ട്, കാശ് മൊത്തം തന്നെ പഞ്ചായത്താണ്. അത് കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, അത് കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തോടെ കൂടിയാൽ ഇത് നിഷ്പ്രയാസം ചെയ്യാവുന്ന കേസുള്ളൂ. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഈ പിടിക്കുന്ന ഈ വീഡിയോ അത് എല്ലാവർക്കും ഉപകാരപ്പെട്ട രീതിയിലായിരിക്കട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്. നമുക്ക് ഈ നദിയുടെ ഇത്രയും സ്ഥലങ്ങളല്ലേ? അതേടാ, ഇത് തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് നദിയുടെ കെട്ട്. ഈ മുണ്ടേത്ത് കടവിന്റെ കെട്ടുകളാണ് ഈ കാണുന്നത്. അതിന്റെ വഴികളല്ലേ ഇത്? അതിന്റെ വഴികളായി ഇത്. അപ്പൊ നമുക്ക് ആ വൈക്കത്തൊന്ന് കയറിയേക്കാം. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ ജനങ്ങള് 10 ആള് 100 ആൾ കൂടിയിട്ട് കാര്യമില്ല. ഇത് പണം മുടക്കി ചെളികളും കംപ്ലീറ്റ് സാധനം മാറ്റണം. ഇവിടെ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ 2 സൈഡിലേക്കും മാറ്റിയാൽ മതി. എന്നിട്ട് നട ക്ലിയർ ചെയ്യും. കുറെ ലൈറ്റുകളും അപ്പൊ നമ്മുടെ പഞ്ചായത്തും ഒരുപാട് വികസനങ്ങൾ കുളിക്കടവാക്കാന്ന് വെച്ചാൽ ഭയങ്കര രസമല്ലേ. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ പഴയ മെമ്പർ നമ്മുടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, റോഡ് ഒക്കെ കട്ട വിരിച്ചിട്ടുണ്ട്, അവിടെ വരെ നന്നാക്കിയിട്ടുണ്ട്. ജമാല്. ഇക്കടെ വീട് എവിടെയാ? അക്കരയാ? ഇതിന്റെ അക്കരെ, പുഴയുടെ അക്കരെ അല്ലേ? ഇത് നമ്മുടെ അലിക്കായ അറിയൂലേ? അലിക്കായിട്ട് ഞങ്ങൾ ഇവിടെ ഈ കടവിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇക്കപ്പ ഇങ്ങനെ വന്ന കണ്ടായിരുന്നു പോകുന്നത്. അപ്പൊ ഇക്ക ഇനിയിപ്പോ ഈ വഞ്ചി കടന്ന് അപ്പുറത്തേക്ക് പോവാം. അപ്പൊ വഞ്ചി എവിടെ ഇട്ടേക്കണേ? വഞ്ചി അവിടെ കിടക്കണ്ട്. അപ്പൊ ഇനി വഞ്ചി ഇന്ന് അപ്പുറത്തേക്ക് പോകും. ഇക്കാക്ക് എന്താ ഇവിടെ ജോലി? ഈ മുടിക്കൽ കമ്മിയില്. അതല്ലേ? അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിയാണ്. വഞ്ചിന് അവിടെ കയറിയിട്ട് അങ്ങോട്ട് പോകും അല്ലേ വീട്ടിലേക്ക്. അലി ഹസനെ, ഈ പെരിയാറിനെ കുറിച്ച് വലിയൊരു കലാകാരനാണല്ലോ. പെരിയാറിനെ കുറിച്ച് 2 വരി നമുക്ക് വന്ന് ഇത്രയൊക്കെ സംസാരിച്ചത് 2 വരി ഒന്ന് പാടാൻ പറ്റും? ആ 2 വരി പാടി നോക്കാം. ഓക്കെ. ഓളങ്ങൾ തല്ലിത്താകർത്തൊഴുകും പെരിയാറിന്റെ തീരത്ത്, അമ്പരം ചുംബിക്കാൻ വെമ്പി നിൽക്കുന്ന മുടിക്കൽ ജുമാഅത്ത്. ഓളങ്ങൾ തല്ലിത്താകർത്തൊഴുകും പെരിയാറിന്റെ തീരത്ത്, അമ്പരം ചുംബിക്കാൻ വെമ്പി നിൽക്കുന്ന മുടിക്കൽ ജുമാഅത്ത്. ഈ പെരിയാറിനെ കുറിച്ച് ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 2 വരി ഒരു ഗാനം പാടാൻ പറ്റുമോ? പാടി നോക്കാം സിദ്ധി. പഴയ എം രാജയുടെ ഒരു പാട്ടെന്റെ മനസ്സിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഞാനത് പാടി നോക്കാം.
പൊന്നലകൾ ഞൊറിഞ്ഞുടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ ഞൊറിഞ്ഞുടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ നാളെ കൂടണം, ശിവരാത്രി കാണണം നീ. ആലുവ ശിവരാത്രി കാണണം നീ. നാടാകെ തെളിനീരു നൽകേണം, നാടോടി പാട്ടുകൾ പാടേണം. നാടാകെ തെളിനീരു നൽകേണം, നാടോടി പാട്ടുകൾ പാടേണം. കടവിൽ നീ ചൊല്ലണം, കാമുകനെ കാണണം, കല്യാണമറിയിക്കണം, നിന്റെ കല്യാണമറിയിക്കണം. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കൂണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണാണു നീ, ഒരു നാടൻ പെണ്ണാണു നീ. നമുക്ക് അന്ന് മുകളിലോട്ട് പോലെ പോവാം. നമുക്ക് ഇതല്ലേ എന്റെ വഴി. അതെ, ഇതാണ് വഴിന്ന് പറയാൻ പറ്റില്ല, വഴിയൊക്കെ മൂടി പോയില്ലേ സിദ്ദിഖ്. അതെ, കുളിക്കടവിന്റെ വഴിയല്ലേ അത്? വഴിയാണ്. മുകളിലേക്ക് നമുക്ക് പോകാം. എല്ലാ കച്ചറകളും ഉണ്ട് ഇവിടെ, എല്ലാ കച്ചറകളും ഉണ്ട്. അതൊക്കെ അത് കുഴപ്പമില്ല, ഇതെല്ലാം ശരിയാവും. ഇത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇത് ഇനിയൊക്കെ കണ്ട ഈ കുളിക്കടവൊക്കെ മുണ്ടേത്ത് കുളിക്കടവുണ്ടല്ല, അത് പളങ്കാവും. ആവണം. നമ്മുടെ ഈ ഇതൊക്കെ കണ്ടു കഴിയുമ്പോ എല്ലാവരും കണ്ടു കഴിയുമ്പോ ഇതെല്ലാം ക്ലിയർ ആവും. അതെ, അത് വേണം. ഇപ്പൊ ആർക്കും പകയും വിദ്യുത്തൊന്നുമില്ല, അത് നന്നായി കിട്ടിയത് അല്ലാതെ വേറെ. നമ്മുടെ ഈ നദി ഉണ്ടല്ലോ, ഇത് എവിടെ ചെന്ന ലാസ്റ്റ് അവസാനിക്കണേ? ഈ പെരിയാറ്. എല്ലാ നദികളും 44 നദിയുണ്ടല്ലോ നമുക്ക്. കേരളത്തിന് 44 നദിയുണ്ട്. അതില് ഏറ്റവും നല്ല നദിയാണ് എന്റെ അഭിപ്രായത്തില് പെരിയാറ്. എന്റെ അഭിപ്രായത്തിലാണ് പെരിയാർ. ആ പെരിയാർ നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ ദേശസൽകൃത റൂട്ട് ബസ്സിന് ഒപ്പം തന്നെ പെരിയാറും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി ശിവരാത്രി വടപ്പുറത്തിന് വലയം വെച്ച് 2 ഭാഗമായിട്ട് തിരിഞ്ഞ് ഒന്ന് കൊടുങ്ങല്ലൂർ കായലിലേക്കും ഒന്ന് വേമ്പനാട്ട് കായലിലേക്കും പോകും. ആ 2 കായലിലെയും സ്ഥലത്ത് അത് പിന്നെ എങ്ങനെയാ പോകണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കടലിലേക്ക് പോകും. അങ്ങനെ ആ പെരിയാർ ഇത് അവസാനിക്കാം. അതല്ലേ? അങ്ങനെ നമ്മുടെ ഈ കുളിക്കടവ് ഇതല്ലേ എന്റെ വഴി. കുളിക്കടവ് ഇപ്പൊ നന്നാക്കാനുള്ള നമുക്ക് ഒരു മെമ്മോറണ്ടം കൊടുക്കാം, എല്ലാവരെയും പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഇതില് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്, അല്ലേ? അപ്പൊ അതിന് നമുക്ക് നല്ലത് ഇത് പിടിച്ചതിനും ഇത് പ്രകടിപ്പിക്കുന്നതിനും നൗഷാദിന് ഏറ്റവും ഭയങ്കരമായ ഒരു നന്ദി നമ്മൾ രേഖപ്പെടുത്താറ്. കാരണം ഇതിനൊരു ആളില്ലെങ്കിൽ ഇത് അറിയൂല്ലോ. അതെ. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ വീഡിയോ ആക്കി പിടിച്ചതിന് നമ്മുടെ മുടിക്കൽ കോറസ് അലിക്കാക്കും അതുപോലെ തന്നെ ഞാൻ സിദ്ദീഖ് പെരുമ്പാവൂരും നെല്ലിക്കൽ നൗഷാദ് ഈ യൂട്യൂബർ പുള്ളി ഞങ്ങൾ ഒരുപാട് ദിവസമായി വിളിക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അലിക്കാക്കും ഒരുപാട് നന്ദികൾ രേഖപ്പെടുത്തി, അതുപോലെ തന്നെ ഈ നൗഷാദിനും നന്ദികൾ രേഖപ്പെടുത്താണ്. എല്ലാവരും ഇത് സഹകരിക്കുക, വിജയിപ്പിക്കുക. നമ്മുടെ ഈ മുണ്ടേത്ത് കടവിന്റെ റോഡ് നന്നാക്കിയിട്ടുണ്ടല്ലേ? ആദ്യം ഭയങ്കര കാട് പിടിച്ചെടുക്കാറ്, നന്നാക്കി കട്ടയൊക്കെ വിരിച്ച് ലൈറ്റൊക്കെ മാറി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. താഴത്തേക്ക് പോകാൻ പറ്റൂല്ലോ. അതിപ്പോ നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞത് സെറ്റാവും. കുളിക്കടവൊക്കെ നല്ല ഭംഗിയാക്കും. അതിനിപ്പോ ഞങ്ങളുടെ പഞ്ചായത്തും ബ്ലോക്കും ജില്ലയൊക്കെ ഈ കുളിക്കടവിനൊക്കെ ഒരുപാട് ഫണ്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാക്കി എടുത്തിട്ട് ഈ റോഡ് നന്നാക്കിയതുപോലെ തന്നെ കുളിക്കടവും ഉടനടി ശരിയാവുന്ന വലിയൊരു ശുഭാപ്തി വിശ്വാസത്തോടെ